പാച്ചുവിൻ്റെ ഇന്നത്തെ ലഞ്ച് ബോക്സിന് ഒരു ടൊമാറ്റോ റൈസാണ് ഉണ്ടാക്കുന്നത്. ഞാനൊരു പാൻ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ഡ്രൈ മസാല ഇട്ട് കൊടുക്കാം. ഇത് കുഞ്ഞ് ഏലക്ക ആയതുകൊണ്ട് ഞാൻ 2-3 ഇട്ടു. 2 ആവശ്യമുള്ളൂ. ചോറിൻ്റെ അളവനുസരിച്ച്. ഒരു കറുത്ത ഏലക്ക ഇട്ടു, 2-3 ഗ്രാമ്പ് ഇട്ടു, ഒരു തക്കോലത്തിൻ്റെ പകുതി ഇട്ടു, ഒരു കറുവപ്പട്ട ഇട്ടു. ഞാനൊരു സിമ്പിളായിട്ടൊരു ടൊമാറ്റോ റൈസാണ് ഉണ്ടാക്കുന്നത്. സാധാരണ ടൊമാറ്റോ റൈസിൽ കടലപ്പരിപ്പ്, ഉഴുന്നുപരിപ്പ് അങ്ങനെയൊക്കെ ഇടും. ഞാൻ അതൊന്നും ഇടുന്നില്ല. അതൊന്നും അവന് ഇഷ്ടമില്ല, അതുകൊണ്ട് അതൊന്നും ഇടുന്നില്ല. കുറച്ച് സവാള ഇട്ട് കൊടുത്തു. മതി. നമ്മൾ കുറച്ച് ചോറ് ഉണ്ടാക്കുന്നുള്ളൂ. ഒന്നുമില്ല, സിമ്പിളാണ്. ഇതൊന്ന് വാടി വന്നോട്ടെ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തു. ഇതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇത്ര മതി. അവന് എരിവൊന്നും വേണ്ടാത്തതുകൊണ്ടാണ്. ടൊമാറ്റോ കൂടുതൽ വേണേ. ചോറ് കുറവാണെങ്കിലും ടൊമാറ്റോയുടെ ടേസ്റ്റ് അല്ലേ ഇതിന് വേണ്ടി, അതുകൊണ്ട് ടൊമാറ്റോ കൂടുതൽ വേണം. ഞാൻ 2 ടൊമാറ്റോ എടുത്ത് മീഡിയം ടൈപ്പ്. ശരിക്കുള്ള ടൊമാറ്റോ റൈസ് ഇങ്ങനല്ല വെക്കുന്നത്. ഞാനിത് സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക. കുഞ്ഞുങ്ങൾക്കാകുമ്പോൾ ഇത് മതി. മറ്റേ അവർക്ക് ചിലപ്പോൾ ആ കടലപ്പരിപ്പിൻ്റെയും ഉഴുന്നുപരിപ്പിൻ്റെയും ഒന്നും ടേസ്റ്റ് ഇഷ്ടമല്ല കുഞ്ഞിന്. നമ്മൾ ലെമൺ റൈസിനകത്ത് അതൊക്കെ ഇടുമ്പോൾ അവന് വേണ്ട, അതെല്ലാം മാറ്റിയിട്ടേ കഴിക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു വെറുതെ എന്തിനാ അതിടുന്നു, ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കുക. ഇതൊന്ന് വെന്ത് വരട്ടെ. നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തേക്കാം. എല്ലാം കൂടി മിക്സ് ചെയ്ത് അവിടെ കിടന്നൊന്ന് നല്ലപോലെ വേകട്ടെ. ഗ്രീൻ പീസ് കൂടി ഇട്ട് കൊടുക്കണം. ഗ്രീൻ പീസ് ഒന്നും ഇടത്തില്ല ടൊമാറ്റോ റൈസിന്. ഞാൻ പിന്നെ ഒരു കളറിനെ കിടന്നോട്ടെ എന്ന് വെച്ചിട്ട് കുഞ്ഞിനാകുമ്പോൾ കളറൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഇഷ്ടമാവുമല്ലോ എന്ന് വെച്ചിട്ട് ഇട്ട് കൊടുക്കുക. കുറച്ച് മല്ലിയിലായിരിക്കും കൂടി ഇട്ടിട്ടുണ്ട്. ഒക്കെ ചുമ്മാ എൻ്റെ കണ്ടുപിടുത്തോ കേട്ടോ. ഇത് ശരിക്കുള്ള ടൊമാറ്റോ റൈസ് ഒന്നും അല്ല, പക്ഷെ ടേസ്റ്റിയാണ്. ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അവർ കഴിച്ചോളുകയും ചെയ്യും. നമുക്കിതിലേക്ക് ആവശ്യത്തിന് റൈസ് ഇട്ട് കൊടുക്കാം. ഞാൻ ഇത്ര ഇടുന്നുള്ളൂ, അത്രയും മതി അവന്. മസാലയൊക്കെ എടുത്ത് മാറ്റിയിട്ടേ അവന് കൊടുക്കത്തുള്ളൂ. കുഞ്ഞായതുകൊണ്ട് അതൊന്നും മാറ്റാനൊന്നും അറിയത്തില്ല. അത് ചിലപ്പം വായിൽ ചെല്ലുമ്പോൾ തുപ്പിക്കളയും. അതുകൊണ്ട് അതൊക്കെ മാറ്റിയിട്ടേ കൊടുക്കത്തുള്ളൂ. ഈ സമയം ഉപ്പൊക്കെ മതിയെന്ന് നോക്കിയിട്ട് പോരെങ്കിൽ അല്പം ഇട്ട് കൊടുക്കണം. ഇതിന് ഉപ്പൊക്കെ മതി. ഇത്രേ ഉള്ളൂ നമ്മുടെ ടൊമാറ്റോ റൈസ്. ഞാൻ ഓഫ് ചെയ്യുക. ഇനി ചപ്പാത്തിയാണെങ്കിൽ കുഞ്ഞിന് അതിനൊരു പൊട്ടറ്റോ മസാല അതിനകത്ത് വെച്ച് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കും. കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരല്പം സവാള അരിഞ്ഞത് ഇട്ട് കൊടുത്തു. അതിലേക്ക് ഒരു സ്വല്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തു. ഇഞ്ചി മാത്രം ഇട്ടാലും മതി. എനിക്ക് പേസ്റ്റ് ഇരുന്നുകൊണ്ട് അങ്ങ് ഇട്ട് കൊടുക്കുക. പച്ചമുളക് ഇട്ട് കൊടുത്തു. ചുമ്മാ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു വിടുക. അതിലേക്ക് കിഴങ്ങിട്ട് കൊടുത്തിട്ട് ഒന്ന് പൊടിച്ച് എടുത്തു. ഉപ്പിട്ടാണ് ഞാനിത് പുഴുങ്ങിയത്. നോക്കട്ടെ ഉപ്പുണ്ടോയെന്ന് അറിയത്തില്ല. എരിവില്ലാത്ത പച്ചമുളക് ഇട്ട് കൊടുത്തു. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തു. അല്പം മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഒരല്പം മല്ലിയില അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക. സംഗതി ഉഷാറായി. ഒരല്പം ഉപ്പും കൂടെ വേണേ. ഇതങ്ങ് ചപ്പാത്തിയിലോട്ട് തേച്ച് കൊടുത്താൽ അങ്ങ് കഴിച്ചോളൂ. മിക്കവാറും ജാമൊക്കെയാണ് തേച്ച് കൊടുക്കുന്നത്. എപ്പോഴും ജാമ് വേണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയതാണ്. നമുക്ക് കറി വെക്കാനായിട്ട് കിഴങ്ങ് പുഴുങ്ങിയപ്പോൾ അത് 2 ചെറുതെടുത്തിട്ട് ഉണ്ടാക്കിയത്. ഇത്രേ ഉള്ളൂ, കഴിഞ്ഞു. പാച്ചുവിൻ്റെ ഇന്നത്തെ ടിഫിൻ ബോക്സ് ഇതാണ്. ഇത് തക്കാളി ചോറും കുറച്ച് അച്ചാറും. ഇത് ആപ്പിൾ വൈകിട്ടത്തേക്ക്. ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തി. ഇത് കൊണ്ടുപോവുക ചെയ്യുന്നത്. ഇവിടെ നിന്ന് കഴിക്കാറില്ല. അപ്പം സ്കൂളിൽ 9:30-10 മണി എങ്ങാണ്ടാകുമ്പോൾ കൊടുക്കുന്നുണ്ട്. അത് കൊടുത്തു വിടാനാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അത് ചപ്പാത്തി കിഴങ്ങ് മസാല പരട്ടിയിട്ട് വെച്ചിരിക്കുക. അപ്പം ഞാനതിങ്ങനെ ചുരുട്ടിയെടുക്കും. ഇതിങ്ങനെ ചുരുട്ടിയെടുത്തിട്ട് ഈ ഡബ്ബയിലേക്ക് ഇങ്ങനെ മുറിച്ചിടും 2ആയിട്ട്. അപ്പം കഴിച്ചോളും അങ്ങനെ ആകുമ്പോൾ. അപ്പം ഇന്നത്തെ ലഞ്ച് ബോക്സ് ഇതൊക്കെയാണ്. ഈസി അല്ലേ എല്ലാം. പാച്ചുവിന് ഇന്നൊരു നാരങ്ങ ചോറാണ് കൊടുത്തു വിടുന്നത്. അതിനായിട്ട് ഞാനൊരു സ്പെഷ്യൽ മെഴുക്കുവരട്ടി, കിഴങ്ങ് മെഴുക്കുവരട്ടി വെക്കാനായി കിഴങ്ങടുപ്പ് വെച്ചിട്ടുണ്ട്. ഒന്ന് മൂടി വെച്ച് കൊടുക്കട്ടെ. അതൊന്ന് വേഗട്ടെ. വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. ഞാൻ ഇതിലേക്ക് ഇത്തിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നു. ഈ മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. പ്ലെയിൻ സിമ്മിലാണ് വെച്ചിരിക്കുന്നത്. ഞാൻ എന്താ സ്പെഷ്യൽ എന്ന് പറഞ്ഞതെന്നറിയാമോ? ഇതിലിത്തിരി ദോശപ്പൊടി ഇടുന്നുണ്ട്. ഇഡലിക്കും ദോശയ്ക്കും ഒക്കെ കഴിക്കുന്നത് അതൊരൽപ്പം ഇടുന്നുണ്ട്. അതുകൊണ്ടാണ് അധികം മൂപ്പിക്കുന്നില്ല. മൂത്ത് കഴിഞ്ഞാൽ ഉച്ചയാകുമ്പോഴത്തേക്ക് അതൊരുമാതിരി വല്ലാതിരിക്കും. നന്നായി വെന്തിട്ടുണ്ട്. അത്രയും മതി. ഞാനൊരു കടായി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിന് നല്ലെണ്ണയാണ് നല്ലത്. യാത്രയൊക്കെ കൊണ്ടുപോകാനാണെങ്കിൽ, യാത്രയ്ക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനാണെങ്കിൽ നല്ലെണ്ണ ഒഴിച്ച് വെക്കുന്നതാണ് നല്ലത്. ഞാനിപ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നത്. നമുക്കൊരു നേരത്തേക്കല്ലേ. നാരങ്ങയൊക്കെ നല്ലെണ്ണയൊക്കെ ഒഴിച്ച് വെച്ചാൽ 2-3 ദിവസമൊക്കെ കേടാവാതിരിക്കും. അതുപോലെ ഇതിന് ബസ്മതി റൈസ് എടുക്കുന്നത്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് പൊന്നിയുടെ ചോറ് വെക്കുന്ന റൈസാണ്. ഇത് ഇഡ്ഡലി റൈസ് അല്ല, ചോറ് വെക്കുന്നത്. നമുക്കിതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ 2-3 വറ്റൽ മുളക് ഇട്ട് കൊടുത്ത്. ഞാൻ ഇഞ്ചിയൊക്കെ വലുതായിട്ട് അരിഞ്ഞിരിക്കുന്നത് കുഞ്ഞിന് വേണ്ടിയിട്ടായതുകൊണ്ട് അതെടുത്ത് മാറ്റാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പച്ചമുളക് അതിൽ ചെറുതായിട്ട് അരിഞ്ഞാൽ മതി. ഫ്ലെയിം കുറച്ചിട്ടിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കും. കുറച്ച് ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുത്ത്. കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാൻ കേട്ടോ. എൻ്റെ ഈ കടലപ്പരിപ്പ് ഇരിപ്പില്ല. അപ്പം ഞാൻ ഇച്ചിരി പൊരികടല ഇട്ട് കൊടുക്കും. ഇതൊന്ന് മൂക്കാറാകുമ്പം നമുക്കിതിലേക്ക് കുറച്ച് പൊരികടലയും കൂടി ഇട്ട് കൊടുക്കാം.
നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കുക. പക്ഷെ കുറച്ച് മതിയേ, ഒരു പിടി. മഞ്ഞ നിറം കൂടുതൽ വേണേൽ കൂടുതൽ മഞ്ഞപ്പൊടി ഇടാം, കുറച്ച് മതിയെങ്കിൽ കുറച്ച് മഞ്ഞപ്പൊടി ഇടാം. ഫ്ലെയിം ഓഫ് ചെയ്തത് നാരങ്ങ ചൂട് ഇങ്ങനെ നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ചോണ്ടിട്ടാൽ ചിലപ്പോൾ കഴിക്കാനിടയുണ്ട്. അതുകൊണ്ടാണ് ഫ്ലെയിം ഓഫ്. നമുക്കിതിലേക്ക് ചോറിട്ട് കൊടുക്കാം. ഞാൻ ഒരു 2 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. 1.5 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. ഇതിന് കോമ്പിനേഷൻ ആയിട്ട് നല്ല ചിക്കൻ ഫ്രൈ ഒക്കെ നല്ലതാവും കേട്ടോ. വരട്ടി എടുത്ത് വെച്ചതോ. ഞാനിപ്പോൾ ഇതിന് അച്ചാറും കിഴങ്ങിൻ്റെ മെഴുക്കുവരട്ടിയാണ് കൊടുക്കുന്നത്. നമുക്ക് 2 കരിവേപ്പിലയും കൊണ്ടിടാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ലെമൺ റൈസ്. ഈസി അല്ലേ, പെട്ടെന്ന് ഉണ്ടാക്കാം. ഇതാണ് പാച്ചുവിൻ്റെ ഇന്നത്തെ ലഞ്ച്. ഇത് ലൈം റൈസ്. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇച്ചിരി മാങ്ങ ഈന്തപ്പഴം കൂടെ അച്ചാറിട്ടതുണ്ട്. അതിന് എരിവ് കുറവാണ്, അപ്പോൾ അത് ഇച്ചിരി വെച്ചിട്ടുണ്ട്. അത് മധുരമല്ലേ, അപ്പോൾ അത് ഇതിൻ്റെ കൂടെ ഒരു കോമ്പിനേഷൻ ആയിരിക്കും. പിന്നെ ഇതിൻ്റെ നമ്മുടെ പൊട്ടറ്റോ, പിന്നെ ഇഡ്ഡലി ചട്നി രാവിലത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റിന്, ഇത് വൈകിട്ടത്തേക്ക് 3-4 ബിസ്ക്കറ്റ്. ഇത്രയാണ് പാച്ചുവിൻ്റെ ലഞ്ച് ബോക്സ്. ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം നമുക്ക് ലൈം റൈസ് ഒക്കെ. പാച്ചുവിന് ലഞ്ച് ബോക്സിന് പാലക് റൈസ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം അടുപ്പ് വെച്ച് തിളപ്പിച്ചെടുക്കട്ടെ. ഞാനൊരു പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട്, ഫ്രൈ പാൻ. നമ്മുടെ ചോറ് വെന്തിട്ടുണ്ടായിരുന്നു, ഞാനതെടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗാർലിക് ബട്ടർ ഇട്ട് കൊടുക്കാവേ. സാധാ ബട്ടർ ഇട്ടാലും മതി. ഞാനതിലേക്ക് ഒരു കുറച്ചുള്ളി, ഇതിന് അളവൊന്നുമില്ല, ഇത്തിരി ചോറുള്ളത് കൊണ്ട് അളവ് പറയാനൊന്നുമില്ലേ. അതൊന്ന് മൂത്ത് വന്നപ്പോഴത്തേക്ക് ഇത് ഞാൻ ബ്രൊക്കോളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചതാണേ, അതിട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പനീർ, അതും കൂടെ പൊടിച്ചിട്ട് കൊടുക്കുക. എങ്ങനെ വേണേലും ഇട്ട് കൊടുക്കുക, ഞാൻ പൊടിച്ചിട്ട് കൊടുക്കുക. അല്പം ഇത് ഗ്രീൻ പീസും സ്വീറ്റ് കോണും കൂടെ ഇട്ട് കൊടുക്കുക. വേണമെങ്കിൽ ക്യാരറ്റും ഒക്കെ ഇട്ട് കൊടുക്കുക. ഞാൻ ആ കളർ കളയണ്ടല്ലോ എന്ന് വെച്ചിട്ട് ക്യാരറ്റ് ഒന്നും ഇടാത്തതാണ്. ഇതൊന്ന് ചെറുതായിട്ട് വെന്തോട്ടെ, ഇത്തിരി വേഗണ്ട. ഇതിലേക്ക് ഞാൻ ആ അരച്ചു വെച്ചില്ലേ പാലക്ക്, അതും കൂടെ ചേർക്കുവാണേ. അല്പമേ ഉള്ളൂ, എനിക്ക് തീർന്നായിരുന്നു പാലക്ക്. അതിൻ്റെ നിറം മാറാതെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നമ്മൾ ചോറിന് ഉപ്പിട്ടിട്ടില്ലായിരുന്നേ, ബട്ടറിന് ഉപ്പുണ്ടായിരുന്നു. നമുക്ക് വേണമെന്ന് നോക്കട്ടെ, ഒരല്പം കൂടിയിട്ട് കൊടുക്കാം. ഒരല്പം ഇതിലേക്ക് നമുക്ക് ചോറും കൂടിയിട്ട് കൊടുക്കാം. ഇത് ഇത്രയും ചോറേ ഉള്ളൂ, കുറച്ച്. ഇത്രയും തന്നെ അവന് വേണ്ട കേട്ടോ, അല്ലാതെ വേഗത്തില്ലല്ലോ, അതുകൊണ്ട് അത്ര ഇട്ടോ. ഫ്ലെയിം കുറച്ച് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ പാലക് റൈസിൻ്റെ കാര്യം. കളറൊക്കെ കാണുമ്പോൾ കുഞ്ഞുങ്ങൾ കഴിച്ചോളുകയും ചെയ്യും, ടേസ്റ്റുവാ, ഹെൽത്തിയുവാ. പാലക്ക് കുറഞ്ഞു പോയി, കുറച്ചും കൂടെ വേണമായിരുന്നു, തീർന്നു പോയായിരുന്നു. നമുക്കൊന്ന് മൂടി വെച്ചൊരു 2 മിനിറ്റ് അടുപ്പിലിരിക്കട്ടെ. നമുക്ക് ഇത്തിരി ജീരകപ്പൊടിയും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ജീരകം ഇട്ട് കൊടുത്താലും മതി. നമ്മൾ ഉള്ളി വഴറ്റുന്നതിന് മുമ്പ് കടുക് വറക്കത്തില്ല, അതുപോലെ ഒരു അല്പം ജീരകം ഇട്ട് കൊടുത്താലും മതി. കടുകൊന്നും വറക്കത്തില്ല ഇതിന്, അതുപോലെ മതി. നമ്മുടെ പാലക് റൈസ് റെഡി ആയിട്ടുണ്ട്. ഈസി അല്ലേ ഉണ്ടാക്കാൻ. വലിയ കുട്ടികളാണെങ്കിൽ, എരിവ് കൂട്ടുന്നവരാണെങ്കിൽ ഒരു പച്ചമുളകും കൂടെ ആ ഇലയുടെ കൂടെ അരയ്ക്കാം. നമുക്ക് വേണേൽ ഇതിൽ ഇത്തിരി സോസ് ഒഴിച്ചു കൊടുക്കാവേ. ചിലപ്പോൾ സോസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതാണ് ഇന്നത്തെ പാച്ചുവിന്റെ ലഞ്ച്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതാണ് പോകുന്നത്. അപ്പം ഞാൻ അപ്പമായിരുന്നു. അപ്പൊ അപ്പത്തിന്റെ മാവെടുത്ത് ഇച്ചിരി കട്ടിയിൽ മധുരം ചേർത്തിട്ട് ഇങ്ങനെ ഒരെണ്ണം ഉണ്ടാക്കി. അതായിരുന്നു രാവിലെ. വൈകിട്ട് സ്നാക്സിന് ഒരു ആപ്പിൾ മുറിച്ചത് ഇങ്ങനെ ഇട്ട് കൊടുത്തു വിടുക. അപ്പൊ പാച്ചുവിന്റെ ലഞ്ച് ബോക്സിൽ നിന്ന് ഇതൊക്കെയാണ്. നിങ്ങൾക്കറിയുന്ന ഈസി റെസിപ്പി ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണേ. അപ്പം നമ്മുടെ ഇന്നത്തെ ലഞ്ച് റെഡിയായി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക.